മഴ ശമിച്ചതോടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ഉരുൾപൊട്ടൽ ഭീതിയിൽ തന്നെയാണ്. അതേസമയം കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴുന്നതിനൊപ്പം പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. കോട്ടയം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി തുടങ്ങി. ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 35 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ശനിയാഴ്ച രാത്രിയിലും കോട്ടയം ജില്ലയിൽ മഴ ശക്തമായിരുന്നെങ്കിലും പുലർച്ചെയോടെ മഴയുടെ ശക്തി കുറഞ്ഞു. മണിക്കൂറുകൾ തുടർച്ചയായി മഴ മാറി നിന്നതോടെ കിഴക്കൻ മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീതിയും മാറി. ജില്ലയിലെ 28 വില്ലേജുകളെ മഴക്കെടുതികൾ രൂക്ഷമായി ബാധിച്ചു എന്നാണ് റവന്യൂ വകുപ്പിൻ്റെ കണക്ക്. നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കുകൾ റവന്യൂ വകുപ്പ് ശേഖരിച്ചു വരികയാണ്. അതേസമയം കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയതോടെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. കോട്ടയം, ഏറ്റുമാനൂർ നഗരസഭകളുടെയും അയർക്കുന്നം, അർപ്പുകര, അയ്മനം, തിരുവാർപ്പ്, കുമരകം പഞ്ചായത്തുകളുടെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. കോട്ടയം കുമരകം റോഡിൽ അടക്കം വെള്ളം കയറിയത് ഗതാഗതത്തിന് വെല്ലുവിളിയായി മാറി. അങ്ങോട്ട് വെള്ളം ഈ ആമ്പക്കുഴി റൗണ്ട് തീരുന്നിടം വരെ ഉണ്ട്. പിന്നെ അപ്പുറത്തോട്ട് കുമരത്തെ ഭാഗത്തോട്ട് വലിയ വെള്ളം ഇല്ല. വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ഇതിപ്പം പടിഞ്ഞാറ് അങ്ങോട്ടുള്ള മേഖല മുഴുവൻ വെള്ളത്തിലായി. പിന്നെ റോഡുകളിലുള്ള വെള്ളത്തിൻ്റെ കെട്ട് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട്, വാഹനങ്ങളൊക്കെ. വെള്ളം കയറിയതിനെ തുടർന്ന് ഈ മേഖലയിൽ നിന്നും നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി. ക്യാമ്പുകളിലേക്ക് മാറാതെ വെള്ളം കയറിയ വീടുകളിൽ തന്നെ കഴിയുന്നവരും നിരവധിയുണ്ട്. ഇവിടെ തന്നെ എല്ലാം പൊക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ 2-3 ദിവസം കണ്ട് ഇറങ്ങുമല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെ. നല്ല വെള്ളം വരുവാണെങ്കിൽ പോവും. ഞങ്ങളുടെ വീടുകളിനകത്തിപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും വെള്ളപ്പൊക്കത്തിന്റെ എണ്ണവും വ്യാപ്തിയും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വേമ്പനാട്ട് കായലിന്റെയും ജില്ലയിലെ വിവിധ ആറുകളുടെയും ആഴം വർദ്ധിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ഒന്ന്, മീനച്ചിലാറ്റിൽ യാതൊരുവിധ ഒരു 2-2.5 പതിറ്റാണ്ടായിട്ട് ചെളി അളിഞ്ഞുകൂടി കിടക്കുകയാണ്. ഒട്ടും ആഴം കൂട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം, വേമ്പനാട് കായൽ ഡ്രഡ്ജ് ചെയ്തിട്ട് വർഷങ്ങളായി. ഒരു കാരണവശാലും അവിടെ ഡ്രഡ്ജ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു വേനൽക്കാലത്ത് വേമ്പനാട് കായൽ വഴി യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് കാണാം, നിലം കാണാം. ആ ഒരവസ്ഥയാണ്. കോട്ടയം താലൂക്കിൽ മാത്രം 15 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താലൂക്കിലെ വിവിധ ക്യാമ്പുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആളുകൾക്കുള്ള പ്രയാസങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയും പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സർവീസ് മൈൻഡഡായിട്ട് നമുക്ക് നിൽക്കണം. കുട്ടികളും കുടുംബവും സ്ത്രീകളും എല്ലാവരും അടങ്ങുന്ന ഒരു സമൂഹമാണ് ഇവിടെ വരുന്നത്. അവർക്കൊരു വിഷമവും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടത് അവരെ പരിപാലിക്കാനിടയാവട്ടെ. ജില്ലയിൽ ആകെ 35 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. 900ഓളം പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ഏതാനും മണിക്കൂറുകളായി മഴ മാറി നിൽക്കുമ്പോൾ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകൾ ആശ്വാസത്തിന്റെ വെള്ളിവെളിച്ചം കണ്ടു തുടങ്ങി. അതേസമയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി മാറ്റുകയാണ്. കോട്ടയത്തു നിന്നും ക്യാമറമാൻ ജിതുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.